പ്രതീക്ഷിച്ചതാണ്. അതുതന്നെ സംഭവിച്ചു. എമ്പുരാന്റെ ആദ്യ ഷോ കണ്ടിറങ്ങുമ്പോൾ തന്നെ അപകടം മണത്തതാണ് ഗോകുലം ഗോപാലൻ. എന്നാൽ അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്ന് ശ്വാസം വിടും മുമ്പ് തന്നെ അവർ റെയ്ഡിനെത്തി. സ്വന്തം സ്ഥാപനങ്ങളിലെ ED റെയ്ഡിൽ ഞെട്ടിയിരിക്കുകയാണ് എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവും ഗോകുലം ചിട്ടിഫണ്ട് സ്ഥാപനങ്ങളുടെ ഉടമയുമായ ഗോകുലം ഗോപാലൻ. ലൈക്ക അവസാന നിമിഷം പിന്മാറിയതിനാൽ കോടികൾ മുടക്കിയെടുത്ത സിനിമ പുറത്തിറക്കാനാണ് താൻ കൈകൊടുത്തതെന്ന് ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ വിവാദങ്ങൾക്ക് പിന്നാലെ പാവം വ്യവസായിയെ കുരുക്കിയിരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പണം മാത്രമേ മുടക്കിയിട്ടുള്ളൂ, ഒരു സഹായം ചെയ്തതാണ്. എന്നാൽ റെയ്ഡിൽ ഗോകുലം ഗോപാലന് വിഷമമുണ്ടെന്ന് അദ്ദേഹവുമായി അടുത്ത് ബന്ധമുള്ളവർ പറയുന്നു. ചെന്നൈ കോടമ്പക്കത്തെ ചിട്ടിഫണ്ടിലാണ് പരിശോധന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ED പരിശോധന നടത്തുന്നത്. രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചിരുന്നു. 2023 ഏപ്രിലിൽ ഗോകുലം ഗോപാലനെ ED ചോദ്യം ചെയ്തിരുന്നു. അന്ന് കൊച്ചിയിലെ ഓഫീസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പരിശോധന നടക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ എമ്പുരാൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ED എത്തിയത് വലിയ ചർച്ചയാവുന്നുണ്ട്. എമ്പുരാൻ സിനിമ ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട് തർക്കത്തിലേർപ്പെട്ടപ്പോൾ അവസാന നിമിഷത്തിലാണ് ഗോകുലം ഗോപാലൻ രക്ഷകനായെത്തിയത്. പിന്നീട് എമ്പുരാൻ സിനിമയിലെ ചില രംഗങ്ങൾ വിവാദമായി. ഇതോടെ സിനിമ റീസെൻസറിംഗിന് വിധേയമായി. ചില രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടുവെന്ന് ഗോകുലം ഗോപാലൻ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു.